ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു ദോശയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പമുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് പോലും വേണ്ട ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. എടുക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ മിക്സ്ചർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങയും പിന്നെ ഒരു പച്ചമുളകും ഒരു 4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ചുകൊണ്ട് ഒന്ന് നമ്മൾ ചമ്മന്തിയൊക്കെ ചതക്കില്ല അതേപോലെ ഒന്ന് ചതച്ചെടുത്തതാണിത്. എന്നിട്ട് അതൊന്ന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കൂടുതൽ നേരം ഒട്ടും വഴറ്റേണ്ട. ആ വെളിച്ചെണ്ണ ആ തേങ്ങയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. ഇവിടെ ഞാനൊരു ദോശച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഇതാണെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ ഇരുമ്പിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ പരട്ടണത്. എന്നിട്ട് നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വല്ല ഗ്യാപ്പുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ പരത്തിയല്ല ചുടുന്നത്. കാരണം ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലേ ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒഴിക്കുമ്പോഴെപ്പോഴും കുറച്ച് മുകളിൽ നിന്നിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഇങ്ങനെ വല പോലെ കിട്ടുള്ളൂ നമുക്ക്. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കപ്പോ ഉപയോഗിച്ചിട്ട് ചെയ്യണതായിരിക്കും കൂടുതൽ നല്ലത് കയ്യിലിനേക്കാളും. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തേക്കണത്. പിന്നെ മാവ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതെല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി അടിയിൽ ഊറിക്കിടക്കും. ലാസ്റ്റ് ആകുമ്പോൾ അത് കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പോഴും ഓരോ പ്രാവശ്യം ചുടാൻ മാവ് എടുക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടുതലും മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒരു ഓയിൽ തൂക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ദോശ തിരിച്ചിടേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റർ ഭയങ്കര തിന്നായിട്ടുള്ള ബാറ്ററല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വശം മാത്രം നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ഒരു ദോശയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട്. ഇതിന് കറിയൊന്നും വേണ്ട. നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ ടിഫിനായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊന്ന് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ വിഭവങ്ങളായിട്ട് എളുപ്പമുള്ള വിഭവങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.